ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു വേങ്ങക്കുന്നിൽ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനാണ്. മാത്രമല്ല, തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളോളം ധ്യാന ഗുരുവായി സേവനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തലശ്ശേരി അതിരൂപതയിലും പുറത്തുമൊക്കെയായി വൈദിക വിദ്യാർത്ഥികളെയും വൈദികരൊക്കെ ധ്യാനിപ്പിക്കുവാനായിട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. ദിവ്യകാരുണ്യ അത്ഭുതം വിളക്കന്നൂർ സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആ തിരുവോസ്തി രൂപതാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും തുടർന്ന് നാളുകളത്തെ പഠനത്തിന് ശേഷം വീണ്ടും ഇടവകയിലേക്ക് തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. തിരിച്ചു നൽകിയതിന് ശേഷം അച്ഛൻ അവിടെ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ആ ദിവ്യകാരുണ്യ തിരുമുഖം, ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ദിവ്യകാരുണ്യം ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അച്ഛൻ അവിടെ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അച്ഛനവിടെ ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളിലും ഇടവകളിൽ മാത്രമല്ല പലയിടങ്ങളിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ. അച്ഛ, ഹൃദ്യമായ സ്വാഗതം. അച്ഛൻ വിളക്കന്നൂര് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഇപ്രകാരം ഒരു കാര്യം ഉള്ളത് അച്ഛൻ അറിയാം. ദിവ്യകാരുണ്യം അവിടെ ഉണ്ട്, ഈശോയുടെ തിരുമുഖം പതിഞ്ഞത്. അച്ഛൻ അതിനെക്കുറിച്ച്, ആ ഉത്തരവാദിത്വം ഏറ്റതിനെ കുറിച്ചും അതിനുശേഷം അവിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ അച്ഛൻ? തീർച്ചയായിട്ടും. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം ലോകത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 2013 നവംബർ മാസം 15 വെള്ളിയാഴ്ച രാവിലെ മുതലാണ്. അന്ന് ലോകം അറിയപ്പെടാനുള്ള കാരണം, അന്ന് പരിശുദ്ധ കുർബാന രാവിലെ പ്രഭാത ബലി അർപ്പിക്കുന്ന സമയത്ത് റൂഹാക്ഷണ പ്രാർത്ഥന കഴിയുമ്പോൾ അർപ്പിക്കുന്ന തിരുവോസ്തിയിൽ ആദ്യം ഒരു കറുത്ത പാട് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ കാണുകയും അല്പസമയം കഴിയുമ്പോഴേക്കും തിരുവോസ്തിയിൽ അത് പടരുകയും അവിടെ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ് വരികയും ചെയ്തു. അത് കുർബാനയിൽ പങ്കെടുത്ത 62 പേരും അത് കാണുകയും തുടർന്ന് അത് എല്ലാവരും അറിഞ്ഞ് പെട്ടെന്ന് തന്നെ 10,000 അവിടേക്ക് ഓടിയെത്തുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായി. അതായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം. ഈ അത്ഭുതം നടന്നത് 2013 നവംബർ 15 വെള്ളിയാഴ്ചയാണെങ്കിൽ 2 ദിവസങ്ങൾക്ക് ശേഷം ഞായറാഴ്ച 17-ാം തീയതി അതിരൂപതാധ്യക്ഷ നിർദ്ദേശപ്രകാരം ഉപരിപഠനത്തിനും നിരീക്ഷണത്തിനും വേണ്ടി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 5 വർഷങ്ങൾ ആ നിരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം വീണ്ടും ഈ തിരുവോസ്തിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് അസാധാരണമായ സംഭവമാണ് എന്ന് മനസ്സിലാക്കിയ സഭാധികാരികൾ തിരിച്ച് വിളക്കന്നൂരേക്ക് കൊടുത്തുവിടുകയും ഇവിടെ പൊതുവണക്കത്തിനായി സ്ഥാപിക്കുകയും ചെയ്തു. 2018 സെപ്റ്റംബർ മാസം 21-ാം തീയതി അന്ന് വിളക്കന്നൂർ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയായ ജേക്കബ് കുറ്റിക്കാട്ടുന്നേലച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹവും അതുപോലെ അയൽ പ്രദേശത്തുള്ള വിശ്വാസികളും ചേർന്ന് വളരെ ആഘോഷമായി ഈ തിരുശേഷിപ്പ് വിളക്കന്നൂർ കൊണ്ടുവരികയും അത് അവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്നുള്ള നാളുകളിൽ ധാരാളം ആളുകൾ ഈ തിരുശേഷിപ്പിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ വരികയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 2019 മെയ് മാസം ഞാൻ അവിടെ വരാനായിട്ട് ഇടയായത്. അവിടെ വരാൻ കഴിഞ്ഞത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ ഇന്നും കണക്കാക്കുന്നു. അവിടെ വെച്ച് ചെയ്യാൻ ഇടയായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലുള്ള സജീവമായ സാന്നിധ്യത്തെ എപ്പോഴും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. അത് സഭയുടെ ആരാധനാക്രമത്തോടും സഭയുടെ ബലിയോടും പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസാന്നിധ്യത്തെ കൂടുതൽ ഉറപ്പിക്കുവാനും വേണ്ടി ചില അടയാളങ്ങൾ എന്ന നിലയിലാണ് ലോകത്ത് ഇതുവരെയുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നടന്നത്. അത്തരം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ ഒന്നായി ഇത് പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. യെസ്, താങ്ക് യു അച്ഛൻ. അപ്പം തുടർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അച്ഛൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു വിവരണം നൽകിയിട്ടുണ്ട്. ഞാനും
പറഞ്ഞുകൊണ്ടിരുന്നത് നവംബർ 13 എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം റോമിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നവംബർ 13 ഒരു ഡേറ്റിലായിരുന്നു റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞപ്പോഴാണ് നവംബർ 15 എക്സാക്ട്ലി നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതൊരു തിരുത്തലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നവംബർ 15 2013 നവംബർ 15 ഈ ഒരു അത്ഭുതം നടക്കപ്പെട്ടത് എന്നുള്ളത് അത് തിരുത്തലായിട്ട് സൂചിപ്പിക്കുകയാണ്. അച്ഛാ, മാത്രമല്ല ദിവ്യകാരുണ്യ അത്ഭുതം പലതരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ തിരുശരീരം അത് മാംസമായി മാറുന്നു, ഇല്ലെങ്കിൽ അത് രക്തമായി മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈശോയുടെ തിരുമുഖമാണ് അതിൽ പതിഞ്ഞത്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പഠനങ്ങൾ പറയുന്നത് അന്നുണ്ടായിരുന്ന തിരുവോസ്തി അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതിന്റെ ഫോമിലോ ഒന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല എന്ന് പറയും. എന്താണ് ഈ പറയുന്ന ഒരു വ്യത്യാസം, എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്നും കൂടെ അച്ഛൻ പറയാൻ സാധിക്കും? ലോകത്ത് ഇതുവരെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 139 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് ഉള്ളത്. വിളക്കന്നൂരത്തേത് 140ാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ടാണ് വരുന്ന മെയ് മാസം 31 ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും തിരുവോസ്തി ഈശോയുടെ ശരീരമായി മാംസമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് എല്ലായിടത്തുമുള്ള ഇതുവരെയുള്ള അത്ഭുതത്തിൻ്റെ പ്രത്യേകത. എന്നാൽ വിളക്കന്നൂർ സംഭവിച്ചത് അതല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാരണം തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയായിരുന്നു. അത് വളരെ വ്യത്യസ്തമാണ്. അത് മാംസമായി ബാഹ്യരൂപത്തിൽ മാറ്റം വന്ന് ഈശോയുടെ തിരുശരീരമായി രൂപമെടുക്കുകയല്ല. അതിനപ്പുറത്ത് തിരുവോസ്തിയിൽ സത്യമായും ഈശോ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അടയാളം എന്ന പോലെ അതിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മനുഷ്യൻ്റെ ഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ ഇതുവരെ വരച്ചിട്ടില്ലാത്തതുമായ 2 തിരുമുഖ ചിത്രങ്ങളാണ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. 2 തിരുമുഖങ്ങൾ. ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും, ഈശോയുടെ ചിത്രങ്ങളും ഏതെങ്കിലും ഒരു കലാകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ വരയ്ക്കാത്തതുമായ 2 ചിത്രങ്ങളിൽ ഒന്നാമത്തത് ഈശോയുടെ കാൽവരിയിലേക്കുള്ള പീഡാസഹന വഴികളിൽ, കുരിശിൻ്റെ വഴിയിൽ ഭക്തയായ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചപ്പോൾ ആ തൂവാലയിൽ ഈശോ പതിപ്പിച്ചു കൊടുത്ത ഈശോയുടെ തിരുമുഖമാണ്. വേറോനിക്കായിക്ക് ഈശോയുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തൻ്റെ തൂവാലയെടുത്ത് ക്രിസ്തുവിൻ്റെ രക്തം പുരണ്ട തിരുമുഖം തുടച്ചപ്പോൾ ആ തിരുമുഖത്തിൻ്റെ ഛായ ഈശോ വേറോനിക്കായുടെ കയ്യിലെ തൂവാലയിൽ പതിപ്പിച്ചു കൊടുത്ത മഹാസംഭവം ഉണ്ടാകുന്നത് ഈശോ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രാവേളയിലാണ്. ഇതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശോയുടെ തിരുമുഖം വേറോനിക്കായുടെ കയ്യിലെ തൂവാലയിൽ ലഭിച്ച തിരുമുഖത്തിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തത് ഈശോയുടെ മരണത്തിന് ശേഷം മൃതശരീരം കല്ലറയിൽ അടക്കിയപ്പോൾ ആ മൃതശരീരത്തെ പൊതിയാൻ ഉപയോഗിച്ച തിരുക്കച്ചയിൽ ഉത്ഥാന സമയത്ത് അതിൽ പതിഞ്ഞ മറ്റൊരു തിരുമുഖമാണ്. ഈശോയുടെ തിരുക്കച്ചയിൽ പതിഞ്ഞ തിരുമുഖമാണ് രണ്ടാമത്തെ തിരുമുഖം. അപ്പം അങ്ങനെ 2 തിരുമുഖങ്ങൾ മാത്രമേ മനുഷ്യൻ വരയ്ക്കാത്തതായി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2013 നവംബർ 15 ബലിയർപ്പണ സമയത്ത് വിളക്കന്നൂര് തിരുമുഖത്തിൻ്റെ ചിത്രം അതിൽ പതിയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ തിരുമുഖത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇത് ലോകം മുഴുവൻ അറിയുകയും യഥാർത്ഥത്തിൽ ഈശോ എങ്ങനെയായിരുന്നു, ഈശോയുടെ രൂപം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സഹായകമായ ശ്രദ്ധേയമായ ഒരു രൂപമായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് എല്ലാം വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ തിരുമുഖങ്ങൾ, അതായത് വേറോനിക്കായി ദൈവം കൊടുത്ത ആ തുണിയിൽ പതിഞ്ഞ തിരുമുഖം, അതിനുശേഷം തിരുക്കച്ചയിലുള്ള തിരുമുഖം, ഇപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ ഈശോയുടെ തിരുമുഖം, അച്ഛൻ ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് 3 ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പറയാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന വിഷയവും അത് തന്നെയാണ്.
ഈ തിരുമുഖത്തിൻ്റെ അടുക്കൽ വിളക്കന്നൂർ ഇടവകയിൽ വികാരിയായി വന്നതിന് ശേഷം എത്രയോ ദിവസങ്ങളും മണിക്കൂറുകളും ഈ തിരുമുഖത്തിൻ്റെ മുൻപിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ തീർത്ഥാടകരായി വരുന്നവരോട് 2013 നവംബർ മാസം 15-ാം തീയതിയിലെ ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുക സ്വാഭാവികമായിരുന്നു. ഇങ്ങനെ അവരുമായി സംസാരിക്കുകയും നിരന്തരമായി ഒരു ദിവ്യകാരുണ്യ തിരുമുഖ ധ്യാനാനുഭവത്തിൽ ആയിരിക്കുകയും ചെയ്ത നാളുകളിൽ ഇതിനോട് എനിക്ക് അഗാധമായ ഒരു സ്നേഹമുണ്ടാകാനുള്ള 2-3 വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് എനിക്ക് മാത്രം അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സുവിനീച്ചത് ചോദിച്ചുകൊണ്ട് എനിക്കത് പറയാനുള്ള അവസരമുണ്ടായി. ഒന്നാമത്തെ കാര്യം, ഈ തിരുമുഖത്തോട്, ഈ തിരുവോസ്തിയോട് എനിക്ക് അടിസ്ഥാനപരമായി വിശ്വാസമുണ്ടായ ഒന്നാമത്തെ കാരണം, ഒരു സാധാരണ ഗോതമ്പപ്പത്തിന് 1 മാസത്തിലധികം കേടുകൂടാതെ നിലനിൽക്കാൻ കഴിവില്ല എന്ന് അറിയാമായിരുന്നിട്ടും 5 വർഷമായി ഈ തിരുവോസ്തിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും യാതൊരു കേടും അതിൽ പൂപ്പലോ അതുപോലെയുള്ള മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തിരുമുഖം പതിഞ്ഞതിനേക്കാൾ അധികമായി എന്നെ ആദ്യം ഇതിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഈ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ഒരു 3D മുഖമായിരുന്നു. ഒരു ചിത്രം എന്ന പോലെയല്ല, ശരിക്കും ഒരാൾ നിൽക്കുന്നത് പോലെ കാണാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതെന്നെ കൂടുതൽ അനേക സമയം, മണിക്കൂറുകൾ ഈ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങളായി ഞാൻ എൻ്റെ മുറിയിൽ സൂക്ഷിക്കുന്ന ഒരേ ഒരു ഈശോയുടെ ചിത്രമേ ഉള്ളൂ. ഈ തിരുമുഖം പ്രത്യക്ഷമാകുന്നതിനും മുൻപ് തന്നെ എൻ്റെ മുറിയിൽ ഞാൻ സൂക്ഷിച്ചിരുന്നത് തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖമാണ്. ആ തിരുമുഖം മാത്രമാണ്. അപ്പോൾ ഈശോയുടെ തിരുമുഖത്തേക്ക്, തിരുവോസ്തിയിൽ പതിഞ്ഞ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രം ഈ തിരുവോസ്തിയിൽ പതിഞ്ഞതും 2000 വർഷങ്ങൾക്ക് മുൻപ് തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖവും ഒരേ വ്യക്തിയുടെ 2 ഭാവങ്ങളുള്ള മുഖങ്ങളാണ് എന്ന് മനസ്സിലായി. അതെൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച സംഭവമാണ്. കാരണം ഇത് രണ്ടും ഒന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ തിരുമുഖത്തെക്കുറിച്ച്, തിരുക്കച്ചയിലെ തിരുമുഖത്തെക്കുറിച്ച് എന്തുമാത്രം ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അത് സത്യമാണെന്ന് സഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിളക്കന്നൂർ സംഭവിച്ചതും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. ഇനി മൂന്നാമതായി, ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ച അനേക ആളുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ കുറിച്ച് നേരിട്ട് പറയുകയും പലരും അത് എൻ്റെ കയ്യിൽ എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഫയലായി വിളക്കന്നൂർ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അനേകരുടെ സാക്ഷ്യങ്ങൾ മൂന്നാമതായി എന്നെ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി, വളരെ സാന്ദർഭികമായി ദൈവം ഈ തിരുമുഖത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ എന്നെ വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള അറിവ്. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളായിരുന്നിരിക്കണം അച്ഛൻ ആ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ അച്ഛൻ ആ സമയത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു തിരുമുഖ നൊവേനയുടെ ഒരു രൂപീകരണം. ഒരു തിരുമുഖ നൊവേനയൊക്കെ അച്ഛൻ രൂപീകരിച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതുന്നതിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ രൂപീകരിക്കുന്നതിനും വളരെ നല്ലൊരു സിദ്ധിയുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമേഷനെ കുറിച്ച് അച്ഛനൊന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഞാൻ പറയാം. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന തീർത്ഥാടക സമൂഹത്തിൽപ്പെട്ട മിക്കവാറും എല്ലാവരെയും ഞാൻ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ഞാൻ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡല് കഴുത്തിൽ ധരിച്ചു കൊണ്ടുവന്ന ഒരു വന്യ പുരോഹിതനെ കണ്ടു. അദ്ദേഹം പലപ്പോഴും ആരും അറിയാതെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശാന്തമായിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷമായത്? അതിന് ഇവിടെ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെടാൻ എന്താണ് കാരണം? മാത്രമല്ല
ഇവിടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ വിളക്കന്നൂരിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പദ്ധതി എന്താണ്, വിളക്കന്നൂർ എന്താണ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, അച്ഛാ, വിളക്കന്നൂര് ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞതിൻ്റെ കാരണം 3-ാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖ ഭക്തി ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നും 3-ാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി വിളക്കന്നൂർ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് എൻ്റെ കണ്ണു തുറന്ന ഒരു വലിയ സംഭവമായിരുന്നു. അതുവരെ എന്തിനു വേണ്ടിയാണ് ഈ തിരുമുഖം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് ആർക്കും അതേക്കുറിച്ച് പറയാൻ അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് അപ്രകാരം പറഞ്ഞു. പിന്നീട് അദ്ദേഹവുമായി ഞാൻ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചുപോയ ആ വന്യ പുരോഹിതൻ എന്നോട് ഇപ്രകാരം 3-ാം സഹസ്രാബ്ദത്തിൽ ലോകത്തിൽ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി, അതിൻ്റെ പ്രചാരക സ്ഥലമായി, തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ ജനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകി. അതിനുവേണ്ടി പിന്നീടുള്ള കാലം ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 60 വർഷമായി തിരുമുഖ ഭക്തി എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈശോയുടെ തിരുഹൃദയ ഭക്തി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈശോയുടെ തിരുമുഖ ഭക്തി എന്നൊരു പ്രാർത്ഥനാ ശൈലി ഞാൻ കേട്ടിട്ടില്ല. അത് ആ കാലഘട്ടത്തിൽ ഞാൻ ആ അച്ഛനോട് വീണ്ടും ചോദിച്ചു, വെച്ചാൽ ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ച് എവിടെ നിന്നാണ് പഠിക്കാൻ പറ്റുക, അറിയാൻ പറ്റുക? അപ്പോഴാണ് മനസ്സിലാകുന്നത്, മാനന്തവാടിയിൽ ഒരു കുരിശുപള്ളിയിൽ ഈശോയുടെ ഒരു തിരുമുഖത്തിൻ്റെ നൊവേന, വളരെ ചെറിയ ഒരു നൊവേന, അത് മാനന്തവാടി രൂപത പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട് എന്നറിഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ആളുവിട്ട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിച്ച് അത് പഠിക്കാനും പിന്നെ തുടർന്ന് നെറ്റിലൊക്കെ തപ്പി എങ്ങനെയാണ് ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും തിരുമുഖ ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ ഇടയാവുകയും ചെയ്തു. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വ്യത്യസ്തമാണ്. വലിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം നയിക്കുന്ന ഒത്തിരി വഴികളിലൂടെ അത് എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ തിരുമുഖ നൊവേന എഴുതാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത്, ഈ തിരുമുഖ നൊവേന ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് 2019 നവംബർ മാസത്തിൽ ഈശോയുടെ തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ 7-ാം വാർഷികം വിളക്കന്നൂര് നടത്തുമ്പോൾ അഭിമന്യ ജോസഫ് പാംപ്ലാനി പിതാവാണ് ആദ്യമായി വിളക്കന്നൂര് ഒരു തിരുമുഖ നൊവേന ചൊല്ലിയത്. ആ തിരുമുഖ നൊവേന ചൊല്ലിയതിന് ശേഷം ആ ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികം ആഘോഷപൂർവ്വമായി നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവ്, അഭിമന്യ റമീജൂസ് ഇഞ്ചനാനിൽ പിതാവ് തുടങ്ങിയിട്ടുള്ള അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം ഇതൊരു വലിയ സംഭവമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ 1-ാം ദിവസം അഭിമന്യ പാംപ്ലാനി പിതാവ് ഈ നൊവേന ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, വേറൊരെണ്ണം എഴുതാവോ? അപ്പോൾ അതിനു മുൻപ് ഒരു 3 നൊവേന ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എഴുതാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കാലം കൊറോണയുടെ കാലമായി, അതുപോലെ തന്നെ തിരുശേഷിപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യമുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞാനത് അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കാലത്ത് 2021 നവംബർ മാസം 30-ാം തീയതി സാന്ദർഭികമായി ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിലച്ചൻ വിളക്കന്നൂര് വന്നു. അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലെ പ്രദേശം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ അദ്ദേഹവും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുത്തെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വട്ടായച്ചൻ എന്നോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യം ഉടനെ ഞാൻ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ്? അപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ല, അച്ഛന് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് പാംപ്ലാനി പിതാവ് പറഞ്ഞത്, ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുകയും പെട്ടെന്ന് ഞാൻ അതിനായിട്ട് തയ്യാറാവുകയും ചെയ്തു.
അപ്പോൾ ഒരു നൊവേന എഴുതുക എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് വളരെ കാര്യമായി പഠനം നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് അന്ന് വരെയുള്ള എൻ്റെ അറിവ് അനുസരിച്ച് 20-ാം നൂറ്റാണ്ടിൽ സിസ്റ്റർ മരിയ പീറീന എന്ന ഒരു മിസ്റ്റിക്കിനെ ദൈവം തിരുമുഖ ഭക്തിയുടെ പ്രചാരകയാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ തലത്തിലേക്ക് 2010 ഉയർത്തപ്പെട്ട ആളാണ്. മിസ്റ്റിക്കിന് ലഭിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ തിരുമുഖ ഭക്തിയിൽ ഈശോ നൽകുന്ന 8 വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 8 വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ 8 വാഗ്ദാനങ്ങളെ 8 കാറോസൂസയാക്കി മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ നൊവേന എഴുതാൻ വേണ്ടി പള്ളിയിൽ തിരുമുഖത്തിൻ്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ 8 വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. അപ്പോൾ ആ വാഗ്ദാനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായി. അപ്പം അതുകൊണ്ട് മറ്റൊരു നൊവേനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എന്ന് എനിക്ക് ആദ്യം തോന്നിയത് ഇതാണ്. മറ്റേതെങ്കിലും ഒരു നൊവേന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പുണ്യ യോഗ്യതകളാൽ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തിരുമുഖ നൊവേനയിൽ അങ്ങനെ അല്ല. ദിവ്യകാരുണ്യം നീ എന്നിൽ തൂകേണം, മേലിൽ പിരിയാതെ നീ എന്റേതാവേണം. എന്നിൽ സ്നേഹമായി എന്നുയിരിൽ നാളമായി